നമസ്കാരം. ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകളുടെ രണ്ടാം ഘട്ടത്തിനായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഇന്ന് രാത്രി പാകിസ്ഥാനിലെത്തുമെന്ന് റിപ്പോർട്ട്. ഇതേക്കുറിച്ച് ഇറാൻ പ്രതികരിച്ചിട്ടില്ല. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും സംഘവും ചർച്ചകൾക്കായി ഇന്ന് രാത്രിയോടെ ഇസ്ലാമാബാദിലെത്തുമെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ചർച്ചകൾക്ക് മുന്നോടിയായി അമേരിക്കയുടെ ലോജിസ്റ്റിക്സ് സുരക്ഷാ സംഘങ്ങൾ നേരത്തെ തന്നെ പാകിസ്ഥാനിലെത്തിയിട്ടുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദറും തമ്മിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് നിർണായകമായ ഈ നീക്കം. ഏപ്രിൽ 11-12 തീയതികളിൽ നടന്ന ഒന്നാം ഘട്ട ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ രണ്ടാം ഘട്ടത്തിന് വഴിയൊരുങ്ങിയത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ പാകിസ്ഥാൻ തലസ്ഥാനം കാത്തിരിക്കുകയാണ്. അതേസമയം കനത്ത സുരക്ഷയാണ് തലസ്ഥാന നഗരിയിലെങ്ങും ഏർപ്പെടുത്തിയിരിക്കുന്നത്. നഗരത്തിൻ്റെ വലിയൊരു ഭാഗം ഇപ്പോഴും അധികൃതർ അടച്ചിട്ടിരിക്കുകയാണ്. ഏകദേശം ലോക്ക്ഡൌണിന് സമാനമായ അവസ്ഥ. 2 ആഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് നഗരത്തിൽ ഇത്തരത്തിലൊരു ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുന്നത്. ഏപ്രിൽ 11-ന് US ഇറാൻ പ്രതിനിധികൾ തമ്മിൽ നടന്ന ചർച്ചകളെ തുടർന്ന് ഇസ്ലാമാബാദ് ആദ്യം അടച്ചിട്ടിരുന്നുവെങ്കിലും ആ ചർച്ചകൾ വ്യക്തമായ ഒരു കരാറിലെത്താതെയാണ് അവസാനിച്ചത്. പിന്നീട് നഗരം ഭാഗികമായി തുറന്നെങ്കിലും രണ്ടാം ഘട്ട ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള പാകിസ്ഥാന്റെ കാത്തിരിപ്പിനിടയിൽ അത് വീണ്ടും അടച്ചുപൂട്ടുകയായിരുന്നു. ഇവിടുത്തെ താമസക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് ഈ സാഹചര്യം സൃഷ്ടിക്കുന്നത്. ആഴ്ചവസാനം ജോലി കഴിഞ്ഞ് സ്വന്തം വീടുകളിലേക്ക് മടങ്ങുന്നവരാണ് ഇസ്ലാമാബാദിലെ താമസക്കാരിൽ ഭൂരിഭാഗവും. എന്നാൽ നിലവിലെ നിയന്ത്രണങ്ങൾ അവരുടെ പതിവ് ജീവിത രീതിയെ പൂർണ്ണമായും തകിടം മറിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഇസ്ലാമാബാദിലെ ഒരു ആഡംബര ഹോട്ടലിൽ താമസിക്കുന്ന മാധ്യമപ്രവർത്തകർക്കും വലിയ പ്രതിസന്ധി നേരിടേണ്ടതായി വരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ മാധ്യമപ്രവർത്തകരാണ് ഇത്തരത്തിൽ ഇവിടെ കഴിയുന്നത്. ഇവരുടെ ക്യാമറ ഉപകരണങ്ങൾ, ഫോണുകൾ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം ഇടയ്ക്കിടെ കൂടെ പരിശോധിക്കുകയാണ്. ഫെബ്രുവരി 28-ന് ഇറാന് നേരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണത്തോടെയാണ് മേഖലയിൽ യുദ്ധം ആരംഭിച്ചത്. തകർന്നുപോയ സമാധാന ശ്രമങ്ങൾ വീണ്ടെടുക്കാനും സംഘർഷം ലഘൂകരിക്കാനും ആതിഥേയരായ പാകിസ്ഥാൻ തീവ്രമായ നയതന്ത്ര നീക്കങ്ങളാണ് നടത്തുന്നത്. അറാഗ്ചിക്കൊപ്പം ചെറിയൊരു നയതന്ത്ര സംഘം മാത്രമാണ് ചർച്ചകൾക്കായി എത്തുന്നതെന്ന് പാക് മാധ്യമമായ ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കുറയ്ക്കുന്നതിൽ പാകിസ്ഥാൻ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. അതേസമയം സമാധാന നീക്കങ്ങൾക്കിടയിലും മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം തുടരുകയുമാണ്. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചെങ്കിലും ഇതിനു പിന്നാലെ ദക്ഷിണ ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. തൂലിൻ, കിർബത്ത് സെൽം എന്നീ പട്ടണങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്കകം നടന്ന ഈ ആക്രമണങ്ങൾ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്ന നടപടികളും തുടരുകയാണ്. USS ജോർജ് H.W. ബുഷ് എന്ന വിമാനവാഹിനി കപ്പൽ കൂടി എത്തിയതോടെ മേഖലയിലെ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളുടെ എണ്ണം 3 ആയി മാറിയിരുന്നു. USS ജെറാൾഡ് ആർ ഫോർഡ്, USS എബ്രഹാം ലിങ്കൺ എന്നിവയാണ് നിലവിൽ മേഖലയിലുള്ള മറ്റു കപ്പലുകൾ. ഇറാന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിന്യാസമെന്ന് കരുതപ്പെടുന്നു. ഇറാനെതിരെ ആണവായുധം ഉപയോഗിക്കില്ലെന്ന് ട്രംപ് വൈറ്റ് ഹൗസിൽ വ്യക്തമാക്കി. സാധാരണ ആയുധങ്ങൾ ഉപയോഗിച്ചു തന്നെ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ആണവായുധങ്ങൾ ആരും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണെന്നും സമാധാന ചർച്ചകളിൽ താൻ തിടുക്കം കാണിക്കില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ നാവിക വ്യോമസേനകളെ അമേരിക്ക ഇതിനകം തന്നെ ദുർബലപ്പെടുത്തിയതായും ട്രംപ് അവകാശപ്പെട്ടു. വെടിനിർത്തൽ കാലയളവിൽ ഇറാൻ ആയുധങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാകാമെങ്കിലും ഒരു ദിവസം കൊണ്ട് അവ തകർക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും ട്രംപ് അവകാശപ്പെടുന്നു. അവരുടെ നാവികസേനയും വ്യോമസേനയും പ്രതിരോധ സംവിധാനങ്ങളും തകർക്കപ്പെട്ടു കഴിഞ്ഞു. വെടിനിർത്തൽ സമയത്ത് അവർ ആയുധം നിറച്ചിട്ടുണ്ടെങ്കിൽ അത് തകർക്കാൻ ഞങ്ങൾക്ക് ഒരു ദിവസം മതിയെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നീക്കം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പും ട്രംപിന്റെ വാക്കുകളിലുണ്ട്.